ഹായ് ഗായ്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് പൊന്നാങ്കണ്ണി ചീര. അതിങ്ങനെ മണ്ടഭാഗമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിച്ചി പിച്ചി എടുത്തതാണ്. പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും പിന്നെ നമ്മുടെ ദഹനത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. കുറേ ഗുണങ്ങളുണ്ട്. ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, എല്ലാം മനസ്സിലാവും. നമുക്കിതിൻ്റെ തോരൻ വെച്ചാലോ? ഇത് നമുക്ക് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാതെ ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാതെ ബാക്കിയും കൂടെ എന്നിട്ട് കാണിച്ചു തരാവേ. അങ്ങനെ നമ്മുടെ ചീര ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. കുറച്ച് നമ്മൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കാര്യം കാണിക്കട്ടെ, തേങ്ങ പൊടിച്ചത് ഇങ്ങനെ പോയി. ചതച്ചെടുക്കാതെ എന്നിട്ട് കഴിക്കാം. നമ്മളങ്ങനെ തേങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കാതെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന കുരുമുളക് കേട്ടോ. എൻ്റെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാതെ കുറച്ച് കരിമുളകും ഇട്ട് കൊടുക്കാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് ചതച്ചെടുക്കാവേ. അങ്ങനെ നമ്മൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിട്ട് തോരനാക്കാം. നമ്മൾ ചീനച്ചട്ടി ചൂടാക്കി ഉള്ളി ഉണ്ട് ചെറുതായിട്ട് വാടിയാൽ മതി കേട്ടോ. ചീര എണ്ണ ഇട്ട് കൊടുക്കാവേ, ഉപ്പിട്ട് കൊടുക്കാവേ. നമുക്ക് ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാതെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാതെ 5 മിനിറ്റ് മതി. അങ്ങനെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ട് എടുത്തിട്ട് ഇത് കഴിച്ച് നോക്കാതെ. അങ്ങനെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. നേരെ കഴിച്ച് നോക്കാം. അതിനകത്ത് സവാളയാണ് കടിക്കുന്ന സൗണ്ട് വരുന്നത്. നല്ല ടേസ്റ്റാണ്. കാന്താരി മുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ല ഫ്ലേവറുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സാധനം. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ബൈ. ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.